ഹായ് ഡിയേഴ്സ്. അപ്പൊ നമുക്ക് എന്തായാലും 8 മാർക്കിനും 6 മാർക്കിനും ചോദിക്കുന്ന ഒരു പാഠമാണ് ഏത്? മാധ്യമ വിചാരം അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ മാധ്യമങ്ങളുടെ ശക്തി എന്താണ്, അത് ദോഷകരമായിട്ട് എങ്ങനെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്, അതിന്റെ നല്ല വശങ്ങൾ, ഈ രീതിക്ക് എന്താണ്, എന്തായാലും നമുക്ക് ഒരു എസ്സേ വരും. അപ്പൊ അതിനു മുന്നേ ഈ പാഠഭാഗത്തിൽ എന്താണ് ഇതിന്റെ ആശയം എന്നൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ ചോദ്യോത്തരങ്ങൾ പഠിക്കാം. നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും. എന്താ ഇതിൽ പറയുന്നത്? സമകാല സമൂഹത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് മാധ്യമങ്ങൾ. ആദ്യം നിങ്ങൾ മാധ്യമങ്ങളെ കുറിച്ച് ഇതേപോലെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി പഠിച്ചോളണം. അതായത് സമകാലിക സമൂഹത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് എന്ത്? ഇന്ന് മാധ്യമം എന്ന് പറയുന്നത്. ചിന്തകളെയും ആവിഷ്കാരങ്ങളെയും നിയന്ത്രിക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്യാൻ മാധ്യമങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ വർത്തമാന കാലത്ത് മാധ്യമ പഠനം വളരെ പ്രസക്തമാണ്. ഈ രീതിക്ക് മക്കൾ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി പഠിച്ചോളണം. പരമ്പരാഗത മാധ്യമങ്ങളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നതോടൊപ്പം ഇന്റർനെറ്റ് സാധ്യതകളെ കുറിച്ച് വിശകലനം ചെയ്യുന്ന ലേഖനമാണ് 80കളുടെ മധ്യത്തിൽ എഴുതിയ VR പ്രബോധചന്ദ്രന്റെ മാധ്യമ വിചാരം. അതായത് നമ്മുടെ ഇത്രയും കാലം പരമ്പരാഗത മാധ്യമങ്ങൾ, അതായത് പത്രം, അങ്ങനെയുള്ള എല്ലാം അല്ലെ മാധ്യമങ്ങൾ, വാർത്തയ്ക്ക് നൽകുന്ന മാധ്യമങ്ങൾ മാത്രമല്ല, ഇന്നത്തെ ഇന്റർനെറ്റിനെ കുറിച്ചും എന്താണ് ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഈ നവമാധ്യമങ്ങളെയും അവയുടെ സാധ്യതകളെയും താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സമൂഹത്തെ അവതരിപ്പിക്കുന്ന ലേഖനമാണ് VK ആദർശിന്റെ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും. അതായത് ഒന്നില് നമ്മുടെ പരമ്പരാഗത മാധ്യമത്തെ കുറിച്ചും, അതായത് പ്രബോധചന്ദ്രന്റെ ഇതില് മാധ്യമ വിചാരത്തില് നമ്മുടെ എന്താണ് പഴയ മാധ്യമങ്ങളെ കുറിച്ചും ഇന്നത്തെ കാലത്തെ ഇന്റർനെറ്റിനെ കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ എന്താ പറയുന്നത്, ഈ ഒരു നവമാധ്യമങ്ങളുടെ ശക്തിയും സാധ്യതയും എന്ന് പറയുന്ന എന്താണ് നമ്മുടെ ആദർശിന്റെ ഈ ഒരു കൃതിയിൽ അതിൽ മെയിനായിട്ട് എന്താണ് അതിന്റെ ഗുണങ്ങൾ അല്ലെ, നമ്മുടെ ഈ ഒരു എന്താണ് നവമാധ്യമങ്ങളുടെ, പുതിയ മാധ്യമങ്ങളുടെ, അതായത് സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളുടെയും, ഇന്ന് നമ്മൾ ന്യൂസൊക്കെ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആണ് ഈ നവമാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് പറയുന്ന അതിന്റെ ഗുണങ്ങള്, അതിന്റെ സാധ്യതകൾ, ഇതൊക്കെയാണ് നമ്മുടെ VK ആദർശിന്റെ നവമാധ്യമങ്ങൾ ശക്തിയും സാധ്യതയും. അതിന്റെ ഗുണങ്ങൾ മാത്രം, അതിന്റെ നമ്മൾ ഒരുപാട് നല്ല രീതിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്നലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റേ കൂടിയൊക്കെ എത്ര പാവപ്പെട്ടവരാണല്ലേ പോപ്പുലർ ആകുന്നതും പണം സമ്പാദിക്കുന്നതും ഒക്കെ. അപ്പൊ അതിന് നല്ല വശങ്ങളുണ്ട്. നല്ല രീതിക്ക് നമുക്ക് ഒരുപാട് വാർത്തകൾ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ ഇന്ന് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയല്ലേ. അപ്പോൾ അതിന്റെ നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട്. അതാണ് ഈ ഒരു എന്താ പറയുന്നത് ലേഖനത്തിൽ VK ആദർശ് അവതരിപ്പിക്കുന്നത്. പത്രം, റേഡിയോ, TV എന്നിവ പരമ്പരാഗതമായി ജനങ്ങൾ ആശ്രയിച്ചു വരുന്ന മാധ്യമങ്ങളാണ്. നമ്മുടെ ഇതിൽ പറയുന്ന, അതായത് നമ്മുടെ VR പ്രബോധചന്ദ്രന്റെ മാധ്യമ വിചാരത്തിൽ പരമ്പരാഗത മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലത്ത് എന്താണ് വാർത്തയ്ക്ക് അറിഞ്ഞിരുന്നത് എവിടെ നിന്നാണ്? പത്രം, TV അല്ലെ, അതുപോലെ തന്നെ എന്താണ് റേഡിയോ എന്നിവയാണ്. ഇതാണ് നമ്മുടെ പരമ്പരാഗത മാധ്യമം എന്ന് പറയുന്നത്. വക്താക്കൾക്കല്ലാതെ ശ്രോതാക്കൾക്ക് കാര്യമായിട്ട് അതിൽ ഇടപെടാൻ പറ്റുമായിരുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ, പത്രത്തിലാണെങ്കിലും റേഡിയോയിലാണെങ്കിലും TV യിലാണെങ്കിലും നമുക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കൂട്ടിച്ചേർക്കലോ അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമോ എന്താ പറയുന്ന അഭിപ്രായം രേഖപ്പെടുത്താനോ കഴിഞ്ഞിരുന്നില്ല. അതോടൊപ്പം തന്നെ എന്താണ് കൂട്ടിച്ചേർക്കലോ തിരുത്തലോ അവിടെ സാധ്യമായിരുന്നില്ല. നമുക്കൊന്നും അതിന്റെ കൂടെ അവർ പറയുന്നത് അതേപോലെ കേൾക്കാൻ മാത്രമേ പരമ്പരാഗത മാധ്യമങ്ങളിൽ കഴിഞ്ഞിരുന്നു. എന്നാൽ നവമാധ്യമങ്ങളിലേക്ക് വരുന്ന സമയത്ത്, ഇന്നത്തെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലെ. നമുക്ക് തിരുത്താം, ഇന്റർനെറ്റിലാണെങ്കിലും നമുക്ക് അവിടെ തിരുത്തലുകൾ ഉണ്ട് അല്ലെ, കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പോൾ പരമ്പരാഗത മാധ്യമവും നവമാധ്യമവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ നിങ്ങൾ ഇത് തന്നെയാണ് പറയേണ്ടത്. അവിടെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ നമുക്ക് കൂട്ടിച്ചേർത്തലുകളോ തിരുത്തലുകളോ സാധ്യമല്ല. എന്നാൽ നവമാധ്യമങ്ങളിൽ ഇതൊക്കെ സാധ്യമാണ്. നമുക്ക് ഇടപെടാം, പ്രതികരിക്കാം അല്ലെ. ഇവയെ ആശ്രയിക്കുമ്പോൾ സമൂഹം നിഷ്ക്രിയനാണ്, ഉപഭോക്താവ് മാത്രമാണ് അല്ലെ. നമുക്ക് ഇവിടെ, അതായത് ഉപഭോക്താവിനെ സംബന്ധിച്ച് ഉപഭോക്താവിന് അവിടെ ഒരു സ്ഥാനമില്ല പരമ്പരാഗത മാധ്യമങ്ങളിൽ. എങ്കിലും അഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണ് ഇന്നും പരമ്പരാഗത മാധ്യമങ്ങൾ. എന്നാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ഇന്നും സമൂഹത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് പരമ്പരാഗത മാധ്യമങ്ങൾ. അവരുടെ അഭിപ്രായം ഇന്നും എന്താണ് തുറന്ന് പറയാറുണ്ട്. ഗുണവും ആകർഷകത്വവും ഒന്നിച്ചു കൊണ്ടുപോകാനാവുക എന്നത് പരമ്പരാഗത മാധ്യമങ്ങൾ നേരിടുന്ന
പ്രധാന വെല്ലുവിളിയാണ്. ഗുണം കൂടുമ്പോൾ ആകർഷണം കുറയും, ആകർഷണം കൂടുമ്പോൾ ഗുണം കുറയും ചെയ്യുക സ്വാഭാവികമാണ്. പരസ്യങ്ങൾ മാധ്യമങ്ങളുടെ അനിവാര്യ ഘടകമാണ്. എല്ലാ പരസ്യങ്ങളും നൽകുന്നത് അതിശയോക്തിപരമായിട്ടുള്ള വിവരണങ്ങൾ ആവണമെന്നില്ല. വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ് സുരക്ഷ എന്നിവ സർക്കാർ വക പരസ്യങ്ങളാണ്. ഇതിൽ ഇനി മറ്റൊരു കാര്യം കൂടെ പറയാണ്, അല്ലെ, നമുക്ക് ചില സമയത്ത് എന്താണ്, ഗുണം കൂടുന്ന സമയത്ത് ആകർഷകത്വം ഉണ്ടാവില്ല. പരമ്പരാഗത മാധ്യമങ്ങളിൽ വാർത്ത മാത്രം നൽകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിനെ ഭംഗി തോന്നില്ല, വെറുതെ അറിവ് കിട്ടാൻ മാത്രമായിരിക്കും. പക്ഷെ അതിൽ ഒരുപാട് പരസ്യങ്ങൾ, എന്റർടൈൻമെന്റ്, ന്യൂസുകൾ, കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ എന്തായിരിക്കും, അതിന്റെ ഗുണനിലവാരം കൂടും. ഇപ്പൊ നിങ്ങൾ ഒരു ABC എന്ന് പറയുന്ന ഒരു പേപ്പർ എടുക്കാം, അതിൽ നല്ല വാർത്തകൾ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അത് കുട്ടികളൊക്കെ വായിക്കണം എന്നില്ല. കാരണം എന്താ, അവർക്ക് തോന്നുന്നത് വാർത്ത മാത്രമല്ലേ, വായിച്ചാൽ മടുക്കുന്നു. പക്ഷെ അതിൽ കുറച്ചുകൂടെ ചിത്രങ്ങളും കളർഫുള്ളൊക്കെ ആയി കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ എന്തായിരിക്കും, നല്ല നല്ല വാർത്തകൾ കുറവായിരിക്കും. അപ്പൊ ഗുണം കൂടുന്ന സമയത്ത് ആകർഷകത്വം കുറയും, ആകർഷകത്വം കൂടുന്ന സമയത്ത് ഗുണം കുറയുക സ്വാഭാവികമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയേണ്ട മറ്റൊന്നാണ് എന്ത്, പരസ്യം എന്ന് പറയുന്നത്. പരസ്യങ്ങളെ നമ്മൾ സ്വതവേ എന്താണ്, മോശമായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ നല്ല പരസ്യങ്ങളുമുണ്ട്, അല്ലെ. വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡ് സുരക്ഷ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നല്ല പരസ്യങ്ങളും എന്താണ് വരാറുണ്ട്. അത് ജനങ്ങൾക്ക് ഗുണകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. സൈബർ ഇടങ്ങളിലെ സ്വതന്ത്ര ആവിഷ്കാരത്തിനുള്ള സ്ഥലങ്ങളെ നവമാധ്യമങ്ങൾ എന്ന പോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മൾ നവമാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയയെ നവമാധ്യമങ്ങൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ സാമൂഹിക മാധ്യമം എന്നുകൂടെ നമ്മൾ സോഷ്യൽ മീഡിയകളെ പറയുന്നുണ്ട്, അല്ലെ. ഇവയിൽ പത്രലേഖനും പത്രാധിപരും വായനക്കാരും ഒന്നാകുന്നു. എന്നാൽ നമ്മുടെ ഈ എന്താ പറയുന്നത്, നവമാധ്യമം, അല്ലെ, നവമാധ്യമം അഥവാ സാമൂഹിക മാധ്യമം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ, അല്ലെ, ഇതെന്താണ്, സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയെ എന്താണ്, ഇവിടെ നമ്മൾക്ക് ഒരു പത്രം എഴുതുന്നവരെന്നോ അല്ലെങ്കിൽ വാർത്ത വായിക്കുന്നവനോ എന്നൊരു വ്യത്യാസമില്ല. എല്ലാവരും ഇവിടെ ഒന്നാണ്, അല്ലെ. ഇവിടെ നമുക്ക് അഭിപ്രായം പറയാം, അവരും വാർത്ത നൽകുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ്, ആരൊക്കെയാണടാ, ഇവിടെ ലേഖകനും അതുപോലെ തന്നെ പത്രാധിപരും വായനക്കാരും എന്താണ്, ഇവിടെ ഒന്നാണ്. ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ ഇവർ ഒന്നാണ്. ഈ പോയിന്റ് ഒക്കെ മനസ്സിലാക്കി വെച്ചോളണം. ഇപ്പൊ നിങ്ങളോട് നവമാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞാലും പരമ്പരാഗത മാധ്യമങ്ങൾ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് നവമാധ്യമങ്ങൾ വിശദീകരിക്കാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ തന്നെ എന്തായി, ഇതിനുള്ള ഉത്തരമായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. വിവരങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് നിസ്സംശയം പറയാനാവില്ലെങ്കിലും മൂല്യസങ്കല്പങ്ങൾക്ക് പൂർണ്ണമായും വഴങ്ങിക്കൊടുക്കുന്നവയല്ലെങ്കിലും സംശയങ്ങളും ദുരുപയോഗവും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും സാമൂഹിക മാധ്യമങ്ങൾക്ക് ഇന്ന് സാമാന്യ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനമുണ്ട്. അതായത് ഇന്ന് ഒരുപാട് അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അസത്യങ്ങളും കള്ളത്തരവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ്, നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഇന്ന് ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. ഇനി ഇതിൽ നിന്ന് വരുന്ന 4 മാർക്കിന്റെയും 6 മാർക്കിന്റെയും ചോദ്യം ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഈ രീതിയിലാണ്. ഒന്ന് മാധ്യമത്തെക്കുറിച്ച് കോമൺ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചോളണം. ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇതന്നെ എഴുതിയാൽ മതി. എന്നിട്ട് പരമ്പരാഗത മാധ്യമം എന്താണെന്നും നവമാധ്യമം എന്താണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നിങ്ങൾ ആലോചിച്ചോളണം. ഇന്ന് എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് എന്താണ്, നവമാധ്യമങ്ങൾക്ക് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൻ്റെ ചീത്ത വശങ്ങളെയും നല്ല വശങ്ങളെയും മനസ്സിലാക്കിയിട്ട് നല്ല വശങ്ങളെ എന്താണ് പരിപോഷിപ്പിക്കാൻ വേണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം വേണം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതാം. ഇവിടെ ചോദ്യം നോക്കിയേ, ഇന്റർനെറ്റിന്റെ ഭാവി വികാസം പ്രാദേശിക ഭാഷയിലൂടെയാണ്. ഓൺലൈൻ മലയാളത്തിന്റെ അവസ്ഥ വിശകലനം ചെയ്യുക. ഓൺലൈൻ മലയാളത്തിന്റെ അവസ്ഥ വിശകലനം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റർനെറ്റ് നിലവിൽ വന്ന സമയത്ത് വിനിമയ ഭാഷയായി ഇംഗ്ലീഷ് മാത്രമേ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ആദ്യം നമുക്ക് ഇന്റർനെറ്റിൽ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മലയാളം യൂണിക്കോഡ് ഫോണ്ടുകൾ ഉപയോഗിച്ചു തുടങ്ങിയതോടെ സൈബർ ഇടങ്ങളിൽ കാര്യമായ തോതിൽ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് മലയാളം ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ. മലയാളം യൂണിക്കോഡൊക്കെ വന്നതോടുകൂടി എന്താണ്, ഇന്ന് മലയാളം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ. അത്തരത്തിലുള്ള ഫോണ്ടുകളൊക്കെ വന്നു. ഇതര ഭാരതീയ ഭാഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓൺലൈൻ മലയാളം മെച്ചപ്പെട്ട പ്രകടനമാണ് നടത്തുന്നത്. മറ്റുള്ള ഭാഷകളൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ന് ഓൺലൈനിൽ മലയാളം ഭാഷ എന്താണെന്ന് നമ്മൾ നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. വിവിധ പോർട്ടലുകൾ, സാഹിത്യകലാ സൈറ്റുകൾ, അല്ലെ, ഇതൊക്കെ എന്താണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, അല്ലെ. ഗുണവും ആകർഷകത്വം ഒന്നിച്ചു കൊണ്ടുപോകുക എന്നത് പരമ്പരാഗത മാധ്യമങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, അതാ മുഴുവൻ വാർത്താ ഇടങ്ങളും എടാ ഇങ്ങനെയാണ് കേട്ടോ. അതായത് അതിന്റെ ബാക്കി ഇവിടെയാണെടാ.
മുഴുവൻ വാർത്താ ഇടങ്ങൾ, മലയാളം വിക്കിപീഡിയ, ഓൺലൈൻ നിഘണ്ടു തുടങ്ങി ഈ മലയാളത്തിന്റെ പ്രവർത്തന മേഖല ഇന്ന് വിപുലമായി. എന്തിലൊക്കെയാണ് നമ്മൾ ഇന്ന് മലയാളം ഉപയോഗിക്കുന്നത്? അതായത് നമ്മൾ വിവിധ പോർട്ടലുകൾ, സാഹിത്യ കലാ സൈറ്റുകൾ, മുഴുവൻ സമയ വാർത്താ ഇടങ്ങൾ, മലയാളം വിക്കിപീഡിയ, ഓൺലൈൻ നിഘണ്ടു, ഇതിലൊക്കെ അല്ലെ നമ്മൾ ഓളം പോലുള്ള മലയാളം നിഘണ്ടൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മലയാളത്തിൽ എന്താണ് ഇന്റർനെറ്റിൽ വന്നു കഴിഞ്ഞു. ഇംഗ്ലീഷ് മാത്രമല്ല, ഇന്ന് മലയാളവും നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഏത് തരം വെബ്സൈറ്റുകൾക്കും ഈ വിധത്തിൽ പ്രാദേശിക ഭാഷയിലേക്ക് കൂടുമാറാൻ ആകും. അതുകൊണ്ട് ഇന്റർനെറ്റിന്റെ വികാസം പ്രാദേശിക ഭാഷയിലൂടെ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്റർനെറ്റ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ മലയാളം വന്നതോടുകൂടിയാണ്. അപ്പോൾ പ്രാദേശിക ഭാഷയിലേക്ക് ഇന്റർനെറ്റ് മാറിയപ്പോൾ അത് കൂടുതൽ എന്താണ് എല്ലാവരിലേക്കും എത്താൻ തുടങ്ങി. അപ്പോൾ ഇന്റർനെറ്റിന്റെ വികാസം പ്രാദേശിക ഭാഷയിലൂടെയാണ് എന്ന് പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നവമാധ്യമങ്ങളും മാതൃഭാഷയും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇത് 8 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് തിരിച്ച് നിങ്ങൾ എഴുതിക്കൊള്ളണം. സൈബർ ഇടങ്ങളിലെ സ്വതന്ത്ര ആവിഷ്കാരത്തിനുള്ള സ്ഥലങ്ങളാണല്ലോ നവമാധ്യമങ്ങൾ. ബഹുസ്വരതയുടെ ശക്തിയും ദൗർബല്യവും ഒരേ സമയം വെളിപ്പെടുത്തുന്നതാണ് നവമാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷ. അത് ഏറ്റവും വൈകാരികമായി പ്രയോഗിക്കപ്പെടുന്നത് മാതൃഭാഷയുടെ രൂപമാണ്. എഡിറ്റിംഗ് പ്രസക്തി ഇല്ലാത്തതിനാൽ ഇത്തരം എന്താണ് ഇരുത്തം വന്ന ഭാഷ എന്ന സങ്കല്പത്തിലാണ് നമ്മുടെ മലയാള ഭാഷയൊക്കെ നിലനിൽക്കുന്നത്. പരമ്പരാഗത മാധ്യമ ഭാഷയുടെ വാർപ്പ് മാതൃകകളെ തകർത്തെറിയുന്ന സാധാരണക്കാരന്റെ ഭാഷയാണിത്. ഏതൊരു മിനുക്ക് പണികളും ഇല്ലാതെ ജീവിതത്തിൽ നിന്ന് സൈബർ ലോകത്തെ മാധ്യമങ്ങളിലേക്ക് കടന്നു കയറുന്നവയാണ്. ഭാഷയുടെ മാനക സങ്കല്പത്തെ മാറ്റിമറിച്ചുകൊണ്ട് മാതൃഭാഷയിലെ പ്രാദേശിക ഭേദങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ അതിശക്തമായിട്ട് കടന്നു വരുന്നുണ്ട്. അതായത് മാതൃഭാഷ നമ്മുടെ മലയാളം മാത്രമല്ല, നമ്മുടെ മലയാളത്തിലുള്ള എന്താണ് പ്രാദേശിക ഭേദങ്ങൾ, അതായത് നമ്മുടെ കോഴിക്കോട് ഒരു സ്ലാങ് ആയിരിക്കും, ഈ സ്ലാങ്ങുകളില്ലേ അതുപോലും എന്താണ് ഇന്ന് നമ്മുടെ നവമാധ്യമങ്ങളിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. ഓക്കെ, വ്യക്തിയിൽ നിന്ന് സ്വാഭാവികമായി മാധ്യമ പ്രവർത്തനത്തിലേക്ക് മാറുമ്പോൾ സാധാരണക്കാരന്റെ മാതൃഭാഷയുടെ കലർപ്പില്ലാത്ത ഉപയോഗമാണ് ഇവിടെ സംവദിക്കുന്നത്. പുതിയ മാധ്യമങ്ങൾ സൃഷ്ടിച്ച ജനാധിപത്യ പരിസരത്തിന് പ്രാദേശിക ഭാഷയുടെ ഉപയോഗം നൽകുന്ന ശക്തി ചെറുതല്ല. അപ്പോൾ പ്രാദേശിക ഭാഷ വേണം, ഇന്നത് ഒരുപാട് ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മാസ് മീഡിയ, അതായത് ബഹുജന മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ പോലുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ട്. ഇന്ന് വാർത്ത കിട്ടുന്ന അല്ലെങ്കിൽ അറിവ് കിട്ടുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബഹുജന മാധ്യമങ്ങൾ അഥവാ മാസ് മീഡിയ എന്ന് പറയുന്നത്, ഇന്റർനെറ്റിനെ തന്നെ. അപ്പോൾ അതിന്റെ ധർമ്മം എന്ത്? ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മാസ് മീഡിയയുടെ ധർമ്മം എന്തെന്ന് വെച്ചാൽ ഇന്റർനെറ്റിന്റെ ധർമ്മം എന്തെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ പാരമ്പര്യേതര മാധ്യമങ്ങൾ, അവയുടെ സ്വഭാവ സവിശേഷതകൾ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെ. അപ്പോൾ മാധ്യമത്തിന്റെ ഒരു കോമൺ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്താണ് പരമ്പരാഗത മാധ്യമങ്ങൾ, എന്നാൽ ബഹുസ്വര മാധ്യമങ്ങൾ അല്ലെ ബഹുജന മാധ്യമങ്ങളുടെ പ്രത്യേകത, അതായത് നമ്മുടെ മാസ് മീഡിയയുടെ പ്രത്യേകത കൂടെ നിങ്ങൾ അവിടെ എഴുതുക. രണ്ടും തമ്മിലുള്ള, അതായത് നവമാധ്യമങ്ങളുടെ പ്രത്യേകത നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, നേരത്തെ ആ പഠിച്ച കാര്യങ്ങൾ തന്നെ പാരഗ്രാഫ് തിരിച്ച് എഴുതിക്കൊള്ളണം. ഇനി അതുപോലെ തന്നെ നവമാധ്യമങ്ങളും മാതൃഭാഷയും, ഇപ്പൊ പറഞ്ഞതുപോലെ മാതൃഭാഷയ്ക്ക് എത്രത്തോളമാണ് നവമാധ്യമങ്ങളിൽ എന്താണ് പ്രാധാന്യമുള്ളത് എന്നുകൂടെ നിങ്ങളൊന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് എന്ത്, നവമാധ്യമങ്ങളുടെ ദുരുപയോഗം. നമ്മൾ അത് ഈ ഒരു കയ്യൊപ്പില്ലാത്ത സന്ദേശത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലും നമുക്ക് മനസ്സിലാക്കണം എന്താണ് ഇതിന്റെ ദുരുപയോഗം. അത് ഗുരുതരമായിട്ടുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങൾ, നല്ലത് മാത്രമല്ല ഇതിൽ മോശം കാര്യങ്ങളുമുണ്ട്. അപ്പൊ ആ രീതിക്ക് ഒരു മുഖപ്രസംഗമാണ്. മുഖപ്രസംഗത്തിന്റെ സ്ട്രക്ചർ ആദ്യം മനസ്സിലേക്ക് വരണം. 8 മാർക്കാണ് എന്ന് മനസ്സിലുണ്ടായിരിക്കണം. തലക്കെട്ട് കൊടുക്കുക, 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ആ രീതിക്ക് നിങ്ങൾ എഴുതിക്കൊള്ളണം. എങ്ങനെ നമുക്ക് എഴുതാം? ആദ്യം നമുക്ക് എന്താണ് മാധ്യമത്തെക്കുറിച്ച് അല്ലെ, എന്താണ് നമ്മുടെ മാധ്യമത്തെക്കുറിച്ച് കോമൺ ആയിട്ട് നേരത്തെ പഠിച്ച ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്തായാലും പഠിച്ചു വെക്കുക. മാധ്യമത്തെക്കുറിച്ച് കോമൺ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പരമ്പരാഗത മാധ്യമങ്ങൾ നിങ്ങൾക്ക് പറയാം, നവമാധ്യമങ്ങൾ പറയാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. കഴിഞ്ഞൊരു ദശാബ്ദമായി ലോകത്തെ ഏറ്റവും അധികം മാറ്റിമറിച്ചത് എന്തെന്ന് ചോദ്യത്തിന് സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ വ്യാപനം എന്നാവും മിക്കവരുടെയും ഉത്തരം. അന്താരാഷ്ട്ര ബന്ധങ്ങൾ, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹിക ജീവിതം, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ എന്നുവേണ്ട മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളും ആഴത്തിൽ സ്വാധീനിക്കാൻ നവമാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന സോഷ്യൽ മീഡിയയ്ക്ക് കഴിഞ്ഞു. പ്രധാനമായും ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ബ്ലോഗുകൾ, യൂട്യൂബ് എന്നിവയാണ് ബഹുജന പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായ നവമാധ്യമങ്ങൾ. കേട്ടല്ലോ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പഠിച്ചോളണം. നവമാധ്യമങ്ങൾ എന്താന്നൊക്കെ ഉള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. യൂട്യൂബ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇതൊക്കെയാണ് അല്ലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഇതൊക്കെയാണ് എന്ത് നവമാധ്യമങ്ങൾ, പുതിയ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ അച്ചടി മാധ്യമങ്ങൾ, റേഡിയോ, TV എന്ന പരമ്പരാഗത മാധ്യമം. അപ്പോൾ മാധ്യമത്തെക്കുറിച്ച് കോമൺ ആയിട്ട് പറയാം, എന്നിട്ട് പരമ്പരാഗത മാധ്യമം എന്താന്ന് പറയാം, എന്നിട്ട് നവമാധ്യമം എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചോളണം. എന്നിട്ട് പറഞ്ഞോളണം എന്താണ് അവയിൽ ചിട്ടപ്പെട്ട ഭാഷ ഇല്ലാതെ പോകുന്നതിനും ഉള്ളടക്കത്തിന് വേണ്ട വിശ്വാസ്യതയും ആധികാരികതയും ഇല്ലാതാവുന്നതിനും മറ്റു കാരണങ്ങൾ തേടിപ്പോകേണ്ട. ഒരുപക്ഷെ എന്താണ് ഒരാശയത്തെ അതിവേഗം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനും ജനത്തെ ആ ആശയത്തിന് പിന്നിൽ അണിനിരത്താനും സഹായിക്കുന്നതാണ് ഇന്നത്തെ നവമാധ്യമങ്ങൾ. അതുപോലെ തന്നെ എന്താണ് അതുകൊണ്ട് ഇനിയും ഏറെക്കാലം ലോകത്തെ നയിക്കുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതുക. എല്ലാവരും മാധ്യമ പ്രവർത്തകരാകുന്ന ഒരു കാലമാണ് സോഷ്യൽ മീഡിയ സൃഷ്ടിച്ചത്. അല്ലെ, നമ്മൾ എല്ലാവരും എന്താണ് ഇന്ന് വാർത്തകൾ നൽകുന്നവരായിട്ട് ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് ഇന്ന് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും മാറ്റുകയാണ് സോഷ്യൽ മീഡിയ. എല്ലാവർക്കും സമ്പൂർണ്ണ പങ്കാളിത്തവും ഇടപെടൽ ശേഷിയും ഉള്ളതുകൊണ്ട് പൂർണ്ണ അർത്ഥത്തിൽ ബഹുജന മാധ്യമം എന്ന് തന്നെ പറയാം. ബഹുജന മാധ്യമം, എല്ലാ ജനങ്ങളും ഉപയോഗിക്കുന്ന ഒരു മാധ്യമമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഗുണം തന്നെയാണ് ഏറെ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ഇതിന്റെ ഗുണം തന്നെ അല്ലെ, ഇതിന്റെ നല്ല വശം തന്നെയാണ് പലരും എന്താണ് മോശമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളണം. നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് മോർഫിങ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. തെറ്റായിട്ടുള്ള വാർത്തകൾ നൽകുന്നു അല്ലെ, അസത്യങ്ങളെ സത്യങ്ങളായിട്ട് പ്രചരിപ്പിക്കാൻ പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ചിത്രങ്ങൾ, രചനകൾ, വീഡിയോകൾ ഇവയിലൂടെ കളവുകളെ സത്യങ്ങളായിട്ട് ഇന്ന് ആളുകൾ മാറ്റുന്നു. പിന്നെ അത് രാഷ്ട്രങ്ങളുടെ ഭരണ സംവിധാനത്തെ വരെ മാറ്റിപ്പണിയിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് രാഷ്ട്രീയക്കാരും സമ്പന്നരും ഒക്കെ എന്താണ് അവർക്ക് വേണ്ട രീതിയിൽ വാർത്തകൾ ഇന്ന് വളച്ചൊടിക്കുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞോളണം. പിന്നെ ഒരു കുടുംബത്തെ തകർക്കാനും അല്ലെ ബന്ധങ്ങളെ ഇല്ലാതാക്കാനും ഒക്കെ എന്താണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയ്ക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ യുവജനങ്ങളുടെ വിലപിടിച്ച സമയവും ശ്രദ്ധയും വലിയൊരു അളവോളം സോഷ്യൽ മീഡിയയിലെ കഥയില്ലായ്മകളിൽ മുഴുകി പാഴായി പോകുന്നു. ഇനി എങ്ങനെയാണ് നമ്മുടെ സമയം അല്ലെ നമ്മുടെ വ്യക്തിത്വമൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇല്ലാതാവുന്നത് എന്നുകൂടെ അവസാനത്തിൽ പറയാം. അവരുടെ വ്യക്തിത്വവും വ്യക്തിബന്ധങ്ങളിലും അത് വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹാരം എന്താണ്? സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ കാര്യമാത്ര പ്രസക്തമാക്കുക. നമ്മൾ കൃത്യമായിട്ട് സമയവും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരായിട്ട് അല്ലെ, ഇതല്ല സോഷ്യൽ മീഡിയ മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. വിശ്വാസ്യതയില്ലാത്ത വൃത്താന്തരങ്ങളൊന്നും പ്രചരിപ്പിക്കാതെ ഇരിക്കുക അല്ലെ, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഓക്കെ, ഈ രീതിക്കായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് 8 മാർക്ക് 6 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ രീതിക്ക് ഈ എന്താ പറയുന്നത് മാധ്യമത്തെക്കുറിച്ചും പരമ്പരാഗത മാധ്യമത്തെക്കുറിച്ചും നവമാധ്യമങ്ങളെക്കുറിച്ചും എന്നിട്ട് ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും അല്ലെ എന്തൊക്കെ നടക്കുന്നു അല്ലെ, ഒരാളുടെ ഐഡന്റിറ്റി എന്താണ് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്താണ് ഒരാളുടെ വ്യക്തിത്വം ഇല്ലാതാക്കുന്നു, അവരുടെ ജീവിതം നശിപ്പിക്കുന്നു, ആത്മഹത്യയിലേക്ക് പോലും എന്താണ് ഇന്ന് എത്തിക്കുന്നു, അസത്യമായതിനെ സത്യമായിട്ട് പ്രചരിപ്പിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് നല്ല ആളുകളെ മോശപ്പെട്ട ആളുകളാക്കി ചിത്രീകരിക്കുകയും അവർക്ക് പിന്നിൽ അണിനിരക്കാനും ഒക്കെ എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ കഴിയുന്നു. അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും എന്താണ് സോഷ്യൽ മീഡിയയ്ക്ക് കഴിയും. അപ്പോൾ അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള വശം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ, ഇതിൽ തെറ്റായിട്ടുള്ള വാർത്തകൾ വരും. അപ്പോൾ എല്ലാത്തിനെയും എന്താണ് അതേ ഒരു അളവിൽ എടുത്തുകൊണ്ട് പ്രതികരിക്കാതെ അതിൻ്റെ വാസ്തവം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയെ കൃത്യമായിട്ടുള്ള സമയത്തിൽ മാത്രം ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ മുകളിലാണ് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തികളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് അല്ലെങ്കിൽ എന്താണ് വാർത്ത അറിയാൻ മാത്രമുള്ള ഒരിടമായിട്ട് നമ്മൾ കാണാൻ നമുക്ക് പറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് അടിമത്തം അല്ലെങ്കിൽ അടിമയാകാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഈ രീതിയിലൊന്ന് എഴുതി പഠിച്ചോളാം. 8 മാർക്കിനും 6 മാർക്കിനും എന്താണ് വരും എന്നുള്ള രീതിക്ക് തന്നെ എഴുതി പഠിച്ചോളാം. അപ്പോൾ പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് നവമാധ്യമങ്ങളെന്നും എന്താണ് പരമ്പരാഗത മാധ്യമങ്ങളെന്നും മാധ്യമങ്ങളുടെ ശക്തി എന്താണെന്നും, കാരണം ശക്തി സാധ്യത എന്താണ് നമുക്ക് എല്ലാ വാർത്തകളും അറിയാം, നമുക്ക് അഭിപ്രായം പറയാം അല്ലെ, നമുക്ക് എന്താണ് അതിൽ തിരുത്തലുകൾ നടത്താം. ഈ രീതിക്ക് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.